ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബീഫും പൊട്ടറ്റോയും വെച്ചിട്ടാണ് ഞാൻ കറി ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പുട്ട്, ഇടിയപ്പം, അപ്പം ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം ബീഫിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബീഫ് വിന്താലു, ബീഫ് സ്റ്റൂ, ബീഫ് കട്ട്ലറ്റ്, അതുപോലെ നാടൻ ബീഫ് കറി. ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു ബീഫ് ബിരിയാണി റെസിപ്പി ഇട്ടിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. പക്ഷെ അതേ ഒന്നും കണ്ടിട്ടില്ല. അപ്പം കാണാത്തരെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി ചെറിയ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പ്, 2 ചെറിയ കഷ്ണം പട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ബീഫിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് ലൈം ജ്യൂസ് വേണമെങ്കിൽ ചേർക്കാം. വിനാഗിരിയും ലൈം ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബീഫ് ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബീഫ് മാറ്റി വെച്ചിട്ടൊരു 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 15 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ബീഫിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ചില ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും, ചില ബീഫ് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബീഫിൽ ചേർക്കാനുള്ള ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലുള്ള മീഡിയം കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കേണ്ട. നമ്മളിത് ഒരു പ്രാവശ്യം ഒന്ന് പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ബീഫ് നല്ല പാകത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ ഈ കാണുന്ന പോലെ പാകത്തിന് വെള്ളമെല്ലാം ഉണ്ട്. ഇത് ഗ്രേവിയോടുകൂടിയുള്ള കറി ആയത് കാരണം അതുപോലെ കുറച്ച് വെള്ളം വേണം. വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കർ മൂടി ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞു പോകും. കുക്കർ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാറായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പോൾ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഈ കാണുന്ന പോലെ സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോയിട്ടുമില്ല. ഈ പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയിട്ട് മൂപ്പിക്കണം. ഇനി എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ ഇറച്ചി കുക്ക് ചെയ്യുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ സവാളയെല്ലാം സോഫ്റ്റായിട്ട് ചെറുതായിട്ട് കളർ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം.
ഇപ്പോൾ സവാളയെല്ലാം മൂത്തൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകപ്പൊടി ചേർക്കുന്ന പാകം വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഓർത്ത് ജീരകപ്പൊടി ചേർക്കാൻ ശ്രദ്ധിക്കണം. വലിയ ജീരകം പൊടിച്ചതാണ്. പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാറിൽ കിടന്ന് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി നല്ലൊരു സ്മെല്ല് വരും. കാരണം നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ കറി കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വീണ്ടും കറി കുറച്ച് സമയം കൂടി നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം. പാനൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ബീഫ് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ബീഫ് നല്ല പാകത്തിന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ചേർക്കുമ്പോഴത്തേക്കും കറി നല്ല ടേസ്റ്റാണ്. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തു കറി മാറ്റി വെക്കണം. ഇനി റെഡിയായ ബീഫ് കറി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ നാടൻ പൊട്ടറ്റോ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചൂടോടുകൂടെ ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, ചോറ്, നെയ്ച്ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്